ശ്രീ രഘുനാഥ് നായർ, ഒരു രാജ്യത്തെ ശക്തനായ ഭരണാധികാരിയല്ലേ ആ രാജ്യത്തെ സേനയുടെയും ശക്തി അത് നിർണ്ണയിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സേനയിലെ 3 വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ്. ആ നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അദ്ദേഹം സേനയ്ക്ക് പകർന്നു കൊടുക്കുന്ന, ഓരോ ദിവസവും പകർന്നു കൊടുക്കുന്ന ആ ഊർജം, അത് എത്രത്തോളം ഈ സൈനിക ഇടപെടലിൽ അവർക്ക് ഗുണകരമായി മാറുന്നുണ്ട്? സത്യത്തില് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ഇന്ത്യൻ എയർഫോഴ്സിൽ ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിൽ ആയിരുന്നെങ്കിൽ എന്നൊന്ന് കൊതിച്ചു പോവുകയാണ്. ആ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് വന്നിരിക്കുന്ന മാറ്റം, ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏജന്റ് അല്ല. പക്ഷെ ഞാൻ ഫിസിക്കലി ഞാൻ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അസൂയാവഹമായ മാറ്റമാണ് ഇന്ത്യൻ മിലിറ്ററിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് ഉള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന കാലത്ത് നമ്മൾ വളരെ കേമമായിട്ട് സിയാച്ചിൻ ഗ്ലേഷ്യറൊക്കെ അതിന് മുമ്പ് തന്നെ നമ്മൾ പിടിച്ചെടുത്തു. പാകിസ്ഥാന്റെ കയ്യിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് വളരെ ഏറ്റവും ഉയരത്തിലുള്ള മിലിറ്ററി പോസ്റ്റാണ് ലോകത്തിൽ. അവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാൻ താഴേക്ക് തുരിതര വെടിവെക്കുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, വെർട്ടിക്കൽ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്. അതിൽ കുറെ പേര് ഹിമാലയം കയറാനായിട്ട് പോകുന്ന ഒരു ഇതാണ് അതിന്റെ തീം. കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കുറെ വർഷം മുമ്പാണ് ഞാൻ കണ്ടത്. അപ്പൊ അതില് ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഈ പാകിസ്ഥാനികളുടെ മിലിറ്ററി പോസ്റ്റിലേക്കാണ് ഈ സായിപ്പുമാരാണ് കയറി പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് അവരുടെ കൂടെ ചായയൊക്കെ കുടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ അവരുടെ ആ പോസ്റ്റിലെ കമാൻഡർ പറയുകയാണ്, ഇറ്റ്സ് 3 o'clock ടൈം ടു വേക്ക് അപ്പ് ദി ഇന്ത്യൻസ് എന്ന്. അപ്പൊ 3 മണിയായി, ഇന്ത്യക്കാരെ വിളിച്ചുണർത്താൻ സമയമായിരുന്നു. നേരെ വെടി തുടങ്ങാണ് അവിടുന്ന് പട്ടയെന്നും പറഞ്ഞു. അപ്പൊ അവിടുന്ന് തിരിച്ചു വരുന്നില്ല. അപ്പൊ ഇവർ ചോദിക്കുന്നുണ്ട്, വൈ ദേ ആർ നോട്ട് ഫയറിംഗ് ബാക്ക്, എന്തുകൊണ്ട് തിരിച്ച് വെടിവെക്കുന്നില്ല? അവർക്ക് ഡൽഹിയിൽ നിന്ന് പെർമിഷൻ വേണം, അവർ വെടിവെക്കില്ല. അങ്ങനെ നമ്മൾ സിയാച്ചിൻ ഗ്ലേഷ്യറിനെ നമ്മൾ പിടിച്ചെടുത്തു, ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. എന്നിട്ട് ജോർജ് ഫെർണാണ്ടസ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ സിയാച്ചിനിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ സാധാരണ കമ്പിളി ഉടുപ്പുകൾ മാത്രം ധരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സേന, അതായത് അവിടെ -50°C താഴെ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് അവിടെ സ്നോ ബൈറ്റും അങ്ങനെയുള്ള ഫ്രോസ്റ്റ് ബൈറ്റും ഒക്കെയുള്ള പ്രോബ്ലംസ് ആയിട്ട് സ്ഥിരമായിട്ട് ആളുകൾ അവിടെ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈയും കാലും വരെ മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയാണ്. വളരെ കഷ്ടം, നരകമായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററോട് പറഞ്ഞു, ഏറ്റവും നല്ല കുപ്പായങ്ങൾ ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങൾ അവൈലബിൾ ആണ് ഇതുപോലെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളത്, ഞങ്ങൾക്ക് അതൊന്ന് കിട്ടണം. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടില്ലേ ജോർജ് ഫെർണാണ്ടസ്? ഇത് നടന്ന സംഭവമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, കിട്ടുന്നില്ല, അപ്രൂവൽ കിട്ടുന്നില്ല. ജോർജ് ഫെർണാണ്ടസ് നേരെ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്നിട്ട് ബ്യൂറോക്രാറ്റ്സിനെ എല്ലാം വിളിച്ചു. ഇവരാണ് ഈ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ബാബു പ്രോബ്ലം എന്ന് പറഞ്ഞ ഇന്ത്യൻ സേനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, ഒരു വലിയ ശല്യം തന്നെയാണ്. ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇനിയും ഒരുപാട് കറക്ഷൻ നടത്താനുണ്ട്. എനിവേ, ഇവരോട് പറഞ്ഞു, നിങ്ങൾ 10 ദിവസം സിയാച്ചിൻ ഗ്ലേഷ്യറിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പട്ടാളക്കാർക്ക് ഉപയോഗിക്കുന്ന തണുപ്പിന്റെ വസ്ത്രങ്ങൾ മാത്രമേ ഇവർക്കും കിട്ടുന്നുള്ളൂ. അവിടെ നിന്നാണ് ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്നത്. തിരിച്ചു വന്ന് ഇമ്മീഡിയറ്റ്ലി ഇവർ സാങ്ഷൻ ചെയ്ത ആ പഴയ പെൻഡിങ് അപ്രൂവൽ. അതുപോലെ തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2014 ഫെബ്രുവരിയിൽ ശ്രീ AK ആന്റണി 114 MRFA ഡീൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം നടന്നെടുത്ത് ശ്രീ AK ആന്റണി പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാണ്, 114 റഫാൽ വിമാനങ്ങൾ പോയിട്ട് ഒരു റഫാൽ മേടിക്കാനുള്ള പൈസ നമ്മുടെ ഖജനാവിൽ ഇല്ല, ഇനി അടുത്ത സർക്കാർ വന്ന് എന്താന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന്. ഞാനീ പറയുന്നത് കേട്ടിട്ട് വിശ്വാസം തോന്നാത്തവർക്ക് ഗൂഗിളിൽ ചുമ്മാതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഫെബ്രുവരി 20-നോ 22-നോ ആണ് ഈ സംഭവം എന്നുള്ളത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ അർജന്റായിട്ട്, കാരണം ചൈനയുടെ ത്രെട്ട് ഒരു ഭാഗത്തു നിന്ന് വരുന്നു, പാകിസ്ഥാന്റെ ത്രെട്ട് ഒരു ഭാഗത്തു നിന്ന് വരുന്നു, 36 റഫാൽ വിമാനങ്ങൾ നമ്മൾ അർജന്റായിട്ട് പ്രൊക്യൂർ ചെയ്യാണ്. ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ 4.5 ജനറേഷൻ വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ J-20 ഇതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കില്ല. നമ്മുടെ സുഖോയ് 30 ചൈനയുടെ J-20 ലോക്ക് ചെയ്തതായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റെൽത്ത് വിമാനം എന്ന് പറയുന്നതിന്. അപ്പൊ ഈ റഫാൽ വിമാനങ്ങൾ ഇതിലൊക്കെ ഏറ്റവും മുന്തിയ, അതിനകത്ത് അതിന്റെ ടെക്നോളജിയിലേക്കൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഒരു 2-3 ദിവസത്തെ ഡിബേറ്റ് മാത്രം മതിയാവില്ല. അത്രയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു വിമാനം 36 എണ്ണം അർജന്റായിട്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്യുകയാണ്. ഒരെണ്ണം ഈസ്റ്റേൺ ഫ്രണ്ടിലും ഒരെണ്ണം വെസ്റ്റേൺ ഫ്രണ്ടിലും പാകിസ്ഥാന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഫിറ്റ് ചെയ്തു. S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ തഴഞ്ഞിട്ടിരിക്കുന്നതായിരുന്നു. അതായത് $5.5 ബില്യൺ കൊടുത്തിട്ടാണ് ഇന്ത്യ 5 സിസ്റ്റം വാങ്ങിയിരിക്കുന്നത്. അതിൽ 3 ഡെലിവറി ആയിട്ടുണ്ട്. ഒരെണ്ണം പാകിസ്ഥാൻ ബോർഡറിൽ 1 വെച്ചിട്ടുള്ളൂ, അത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ കളിക്കുന്ന മുഴുവൻ. 2 ചൈന ബോർഡറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്.
ഇനി രണ്ടെണ്ണം വരാനും ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈനികർക്ക്, ആർമിക്കാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലായിരുന്നല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോൾ. വെടികൊണ്ട് അന്നേരം പെടഞ്ഞു വീണ് ചാകാനുള്ള വിധിയല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വരുത്തി കൊടുത്തു എന്ന് മാത്രമല്ല, DRDOയിൽ അതുപോലെ ഫണ്ട് ചെയ്തിട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് നിർമ്മിക്കുന്നത് DRDO ആണ്. ഇവിടുന്ന് കണ്ടുകൊണ്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2012-13 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സബ്മറീൻസ് പട്ടേ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയല്ലായിരുന്നു. അവസാനം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. ആ റിപ്പോർട്ട് വലുതായിട്ട് പുറത്തേക്ക് വന്നില്ല. ഇവിടുന്ന് ലീക്കായ റിപ്പോർട്ട് പ്രകാരം അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററികളും ഡ്യൂപ്ലിക്കേറ്റ് പാർട്ടുകളുമായിരുന്നു. കാശില്ലാത്തത് കൊണ്ട് ഏറ്റവും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടത് കൊണ്ടാണ് ഈ സബ്മറൈൻസ് പൊട്ടിയത്. ഓരോ സബ്മറൈൻ പൊട്ടിക്കഴിഞ്ഞപ്പോൾ 16 നേവിക്കാരാണ്, സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അത്ര ഗതികെട്ട ഒരു രാജ്യത്തു നിന്ന് ഇന്ന് നമ്മുടെ SSBNs ഉണ്ട്, SSNs നമ്മൾ വാങ്ങാൻ പോകുന്നു. ന്യൂക്ലിയർ സബ്മറൈൻസിന്റെ കാലഘട്ടത്തിലേക്ക് പോകുന്നു. നമ്മൾ ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള സബ്മറീൻസിന്റെ ടെക്നോളജിയിൽ, നേവൽ ടെക്നോളജിയിൽ നമ്മൾ ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഏതാണ്ട് മാസത്തിൽ ഒരു നേവൽ ഷിപ്പ് ഇന്ത്യൻ നേവിയോട് ചേരുന്ന പോലെ പാകിസ്ഥാന്റെ നേവിയുടെ എത്രയോ മടങ്ങ് ശക്തമാണെന്ന് ഇന്ത്യൻ നേവി. പാകിസ്ഥാൻ അതുകൊണ്ടാണ് പാകിസ്ഥാനികൾ കരയുന്നത്. ഇന്ത്യൻ ആർമിയുടെ പകുതി പോലും ഇല്ല പാകിസ്ഥാൻ ആർമി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പകുതി പോലും ഇല്ല. ഇന്ത്യൻ നേവിയുടെ 8/1 ഇന്ന് പാകിസ്ഥാൻ നേവി. ഇവർക്കറിയാം കറാച്ചി മുതൽ തൂത്തുവാരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിന് ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പാർലമെന്റിൽ നിന്നിട്ട് മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. ന്യൂക്ലിയർ ട്രയാഡ്, ഇന്ന് ലോകത്തിലെ ന്യൂക്ലിയർ ട്രയാഡുള്ള വെറും 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും എവിടുന്ന് വേണമെങ്കിലും ന്യൂക്ലിയർ വെപ്പൺസ് നമുക്ക് ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട്. പാകിസ്ഥാനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല ഒരു കാരണവശാലും. ഇന്ത്യൻ മിലിറ്ററിയും പാകിസ്ഥാൻ മിലിറ്ററിയും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇവിടെ 2014 ശേഷം ഉണ്ടായിട്ടുള്ള ഈ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും കമ്പയറബിൾ ആണ്. അത്ര വലിയ നേട്ടമാണ് ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയമില്ല. നമ്മൾ ഇന്നത്തെ രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മളെല്ലാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റികൾ ആയുധങ്ങൾ നിർമ്മിച്ചിട്ട് 2047 ആകുമ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും വലിയ വെപ്പൺ എക്സ്പോർട്ടർ ആയിട്ട് മാറും എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ വ്യത്യാസം. താങ്ക് യു. ഓക്കെ, മേജർ ജനറൽ ജേക്കബ് തരകൻ, നോക്കൂ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സൈനിക കേന്ദ്രങ്ങളെയും അതുപോലെ 15ഓളം നഗരങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നല്ലോ പാകിസ്ഥാൻ്റെ ആക്രമണം. ഇനി എന്തായിരിക്കും അവരുടെ മോഡസ് ഓപ്പറാണ്ടി? അവർ ഇനി അവരുടെ ആ തന്ത്രം അത് മാറ്റിപ്പിടിക്കുമോ? അതോ ഇതേ രീതിയിലുള്ള സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു സൈനിക ഇടപെടൽ തന്നെയാണോ പാകിസ്ഥാനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? താങ്കളുടെ ചോദ്യത്തിന് മറുപടി വരുന്നതിന് മുമ്പ് എനിക്ക് മുമ്പേ സംസാരിച്ച 2 പാനലിസ്റ്റിനോട് ഉത്തരം പറയാനുണ്ട്. ആദ്യത്തെ പാനലിസ്റ്റ് പൊളിറ്റിക്കൽ സ്പീച്ചായിരുന്നു. ഞാൻ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പൊളിറ്റിക്കൽ ലീനിങ്സ് ഇല്ല, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. പക്ഷേ വസ്തുതാപരമായ ഒരു തെറ്റ് ഞാനൊന്ന് ചൂണ്ടിക്കാണട്ടെ. ഞാൻ 1982 മുതൽ 84 വരെ ലേയിൽ പോസ്റ്റഡായിരുന്നു. 2002 ഞാൻ CIF, അതായത് കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സിൽ പോസ്റ്റഡ് ആയിരുന്നു. ഞാൻ കമാൻഡ് ചെയ്തത് കാർഗിലാണ്. അന്നൊക്കെ അവിടെ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ശ്രീ നരേന്ദ്രമോദി എൻ്റെയും പ്രൈം മിനിസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്നു. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം വളരെ പ്രാപ്തനാണ്. പക്ഷേ വസ്തുതാപരമായിട്ട് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. 1. 2, എനിക്ക് മുമ്പ് സംസാരിച്ച സേനയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവിനോട് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. സിയാച്ചിനിലെ ഫസ്റ്റ് വോളണ്ടിയർ ബാച്ചിൽ ഞാൻ പോയിട്ടുള്ളതാണ്. സിയാച്ചിനിലെ ഫസ്റ്റ് വോളണ്ടിയർ ബാച്ചിൽ വോളണ്ടിയർ ഓഫീസറായിട്ട് ഞാൻ ലേയിൽ നിന്ന് പോയതാണ്. 84 മിസ്സസ് ഗാന്ധി മരിച്ച ദിവസമാണ് ഞാൻ അവിടുന്ന് ഡീഇൻഡക്റ്റ് ആയത്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഡൗൺ ജാക്കറ്റ് ധരിച്ചാണ് ഞാൻ അവിടെ 3 മാസം ചെയ്തത്. അവിടുന്ന് വന്ന ബൂട്ട് ധരിച്ചാണ് ഞാൻ, അവിടുന്ന് വന്ന ക്രാംബോണും അവിടുന്ന് വന്ന ഫർ കോട്ടും ധരിച്ചാണ് ഞാൻ അവിടെ 5 മാസം താമസിച്ചത്. താങ്കൾ അവിടെ പോയിട്ടുണ്ടോയെന്ന് അറിയാൻ വയ്യ, ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട് 5 മാസം. അതായത് മേയിലാണ് ഇൻഡക്ഷൻ നടന്നത്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, മെയ് കൗണ്ട് ചെയ്യേണ്ട. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് മറ്റുള്ളവർക്ക് ശരിയാകത്തില്ല. ദയവായിട്ട് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ബേസ് ക്യാമ്പിൽ 5 മാസം താമസിച്ചിട്ടുണ്ട്. ഡൗൺ ജാക്കറ്റും ഡൗൺ ട്രൗസറും ഇട്ടാണ് ഞാൻ താമസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ. ജോർജ് ഫെർണാണ്ടസ് വന്നത്
സ്നോ സ്കൂട്ടറിൻ്റെ കാര്യത്തിലാണ്, അല്ലാതെ ജാക്കറ്റിൻ്റെ അല്ല, സ്നോ സ്കൂട്ടറിൻ്റെ കാര്യത്തിലാണ് സംഭവം ഉണ്ടായത്. അദ്ദേഹം വന്ന് സ്റ്റാച്യൂവിൽ വന്നതിന് ശേഷം തിരിച്ചുപോയി ആ സ്കൂട്ടറിൻ്റെ ഫയൽ വെച്ചിരുന്ന ബ്യൂറോക്രസിനെ അവിടെ അയക്കുകയും അത് സാങ്ഷൻ ചെയ്തത് അത് സത്യമാണ്. പക്ഷേ ഈ ജാക്കറ്റിൻ്റെയും ബൂട്ടിൻ്റെയും കാര്യം ദയവേത് പറയുന്നത്, അവിടെ ജോലി ചെയ്തിട്ടുള്ള പല സൈനികരോടും കാണിക്കുന്ന അനാദരവാണ്. ദയവായി അത് ചെയ്യരുത്. ഇനി താങ്കൾ ചോദിച്ചത് ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യും, അതിനുത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ലോജിക്കില്ല. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് സാധാരണ മനുഷ്യർ പറയുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ വിപരീത ബുദ്ധിയേ ഉള്ളൂ. അവരുടെ രാജ്യം ഇന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇംപ്ലോഡിങ്, അതായത് അകത്തുനിന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കുകയാണ് അകത്തോട്ട്. കാര്യം ഇഫ് യു ലുക്ക് ബാലുചിസ്ഥാൻ ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കരമായ കലാപം നടക്കുകയാണ്. പാകിസ്ഥാനി, അതായത് മെയിൻലാൻഡ് പാകിസ്ഥാനിൽ നിന്ന് ആർമിക്ക് പോലും ബലൂചിസ്ഥാനിൽ പുറത്തിറങ്ങാൻ ഒക്കത്തില്ല രാത്രിയിൽ. ദേശേ ദി നൈറ്റ് ബിലോങ്സ് ടു ദ ബലൂച്ച്, അതായത് രാത്രി ബലൂച്ചിൻ്റെയാണ്, പകല് മാത്രമേ അവർക്ക് ഇറങ്ങാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഖൈബർ പഷ്തൂൺഖ്വ ഓൾറെഡി പോയി. ബലൂചിസ്ഥാനിൽ നിന്ന് 2 ഡിവിഷനാണ് അവർ ഇങ്ങോട്ട് മൂവ് ചെയ്തേക്കുന്നത് നമ്മളുടെ സൈഡിലേക്ക്. ബലൂചിസ്ഥാൻ്റെ അവരുടെ ഡിഫൻസ് തീർന്നു, അവിടെ ബഹളങ്ങൾ നടക്കുന്നു. അറിവ് ശരിയാണെങ്കിൽ പാകിസ്ഥാൻ ആർമിയിൽ തന്നെ കലാപം ഉണ്ടാകുന്നു, ബലൂച്ചികളെല്ലാം റിസൈൻ ചെയ്യുന്നു എന്ന് കേട്ടു. പഞ്ചാബികൾ തന്നെ 2000-ൽ പരം പഞ്ചാബിൽ നിന്നുള്ള സൈനികർ റിസൈൻ ചെയ്തു എന്ന് കേൾക്കുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവരുടെ എക്കണോമി പൊട്ടുകയാണ്, സെൻസെക്സ് അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പൊട്ടിയിട്ടുണ്ട്, അവരുടെ എക്കണോമി പൊട്ടി. ഇതൊന്നും നമ്മൾ പറയാത്തൊരു കാര്യം, IMF ലോണിൻ്റെ സാങ്ഷൻ ഒരു പക്ഷേ അവർക്ക് കിട്ടില്ല. കാരണം അതിലെ ഒരു മെമ്പർ ഇന്ത്യക്കാരനാണ്. എല്ലാ മെമ്പേഴ്സും ഇല്ലാതെ സാങ്ഷൻ ചെയ്യാതെ ലോൺ കിട്ടില്ല. അപ്പോൾ അടുത്ത് കിട്ടാൻ പോകുന്ന അവരുടെ ലോണിൻ്റെ ട്രാൻഷെ ഒരു പക്ഷേ അവർക്ക് കിട്ടാതിരിക്കും. അങ്ങനെയെങ്കിൽ എക്കണോമിക്കലി തകരുന്ന ഒരു രാജ്യം, അവരുടെ ഓരോരോ പ്രൊവിൻസ് തമ്മിൽ മാറിപ്പോകുന്ന സമയത്ത് ഒരു പക്ഷേ വരും കാലങ്ങളിൽ ഇപ്പോൾ കാണുന്ന പാകിസ്ഥാൻ ആകില്ല നാം കാണുന്നത്. അത് പണ്ട് ബംഗ്ലാദേശ് മാറിയതുപോലെ ഒരു പക്ഷേ പാകിസ്ഥാൻ ഇനിയും വേറെ ആകാനുണ്ട്. അത് ഇന്ത്യക്ക് സ്പീഡപ്പ് ചെയ്യാനൊക്കും നമ്മളുടെ ആക്ഷനിലൂടെ. പാകിസ്ഥാൻ ലോജിക്കലി ഒന്നും ചെയ്യില്ല. നമ്മളുടെ വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു, അടങ്ങിയിരുന്നാൽ ഇവിടെ തീർക്കാമെന്ന്. നല്ല വാക്ക് അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് അവർ എന്തെങ്കിലും ചെയ്താൽ ഇനിയും അടി കിട്ടും. ഇന്ത്യ ഓരോ ഘട്ടത്തിലും നമ്മളുടെ ആക്ഷൻ അതിൻ്റെ സിവിയറിറ്റി കൂട്ടുകയാണ്. അവരുടെ ന്യൂക്ലിയർ ബ്ലഫ് പോയി, അവരുടെ എയർ ഡിഫൻസ് പോയി. ഇനി അവർ ഇന്നത്തെ അവരുടെ പാർലമെന്റിൽ ഒരു വ്യക്തി കരയുന്നത് കണ്ടു. ഞങ്ങളെ അള്ളാഹുവിന് മാത്രമേ രക്ഷിക്കാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ചാനൽ കണ്ടു. അതാണ് ഇന്ന് പാകിസ്ഥാൻ്റെ സ്ഥിതി. അവരെന്ത് ചെയ്യാം? എന്തെങ്കിലും സൂയിസൈഡലായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താൽ അടി ശക്തമായി തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം. ഓക്കെ സർ.